സമയത്ത് തന്നെ ഗൗമി ആണെങ്കിൽ സ്വിമ്മിംഗ് പൂളിന്റെ അടുത്തോട്ട് വരുമ്പോഴത്തേക്കിനും അവിടെ ഇങ്ങ് ആരും ഉണ്ടാവില്ല. അപ്പൊ ജൂൺ ആണെങ്കിൽ എവിടുന്നോ വന്ന് ഏതാണ്ടൊക്കെ കാണിക്കുമ്പോ ഇവളും തിരിച്ചിട്ട് നീ എന്താണ് കാണിക്കുന്നത് വെക്കുക. അപ്പൊ അവനാണെങ്കിൽ സിമ്പിളി തന്നെ എനിക്ക് തന്നെ ഇഷ്ടമാണെന്ന് കാണിച്ചതും അവൾക്കത് മനസ്സിലായില്ല. പിന്നെ വല്ല ബാനറൊക്കെ വരുത്തിക്കണു വന്നു കേട്ടോ. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമെന്ന് പ്രൊപ്പോസ് ചെയ്തതും അവൾക്കും ഭയങ്കര സന്തോഷമാവുക. മിനിഹിയും ഷെന്നും ആണെങ്കിൽ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്തിനെ പറ്റിയെന്ന് വെച്ചാൽ നമ്മുടെ ഈ മിൻഹ്യു കണ്ടുപിടിച്ച ടെക്നോളജി ആണെങ്കിൽ വേറെ ഒരാൾക്ക് അയച്ചു കൊടുത്തേക്കുക. അയാളാണ് വേണോ വേണ്ടിയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് കേട്ടോ. അപ്പൊ ഷെന്നിനെ ആരോ വിളിച്ചെന്തോ പറയുന്നുണ്ട്. അവന്റെ മുഖം പോയത് കണ്ടത് മിൻഹ്യു ആണെങ്കിൽ ഓ ഈ ടെക്നോളജിക്ക് അവർ സമ്മതിച്ചു കാണത്തില്ലല്ലേ, സാരിയില്ല ഞാൻ ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു കുഴപ്പമില്ലെന്ന് പറയുമ്പോൾ ഇല്ല നമ്മുടെ ഇത് അപ്രൂവ് ആയി എന്ന് പറഞ്ഞതും ഹീറോയിന് ഭയങ്കര സന്തോഷമാവാടി. എന്നിട്ടാണ് നീ ഈ മുഖം വെച്ച് എന്നെ പേടിപ്പിച്ചത് നോക്കുമ്പോഴത്തേക്കിനും അതൊക്കെ അവിടെ ഇരിക്കട്ടെ. എനിക്കെപ്പോഴാണ് ട്രീറ്റ് എന്ന് നോക്കുമ്പോൾ ട്രീറ്റോ ഇന്ന് നൈറ്റ് നമുക്ക് ഡിന്നറിന് പോവാന്ന് പറയുമ്പോൾ ഷെന്നിന് ഭയങ്കര സന്തോഷമാവാ. ശിവാജുവാനെ കൂട്ടിയിട്ട് പോവാട്ടോ എന്ന് പറയാണേ. അതേസമയം ഗൗമിയുടെ അടുത്ത് ജൂണ് പറയാ ഞാൻ വലിയ രീതിയിലൊക്കെ പ്രൊപ്പോസ് ചെയ്യണമെന്ന് വിചാരിച്ച അവസാനം ഇങ്ങനെ കോമഡി ആയിപ്പോയി എന്ന് പറയുമ്പോൾ ആര് പറഞ്ഞു കോമഡി ആയിന്ന്, ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവളെ കിസ് ചെയ്യാട്ടോ. ആ ടൈമിൽ നമ്മുടെ മിൻഹ്യു വിളിച്ചിട്ട് നീ ഒന്ന് എൻ്റെ കൂടെ ഇന്ന് നൈറ്റ് ഡിന്നറിന് വരാവോ, ഷെന്നു ഉണ്ട് അതുകൊണ്ടാന്ന് പറയുമ്പോഴത്തേക്കിനും ഗൗമിയാണെങ്കിൽ വരാൻ പറ്റില്ല എനിക്ക് എൻ്റെ ബോയ് ഫ്രണ്ടുമായിട്ട് ഒരു ഡേറ്റ് ഉണ്ടെന്ന് പറയുവോ. ഓ കഴിഞ്ഞ ദിവസമല്ലേടി നീ അവനും കൂടി തല്ലിപ്പിരിഞ്ഞ് അപ്പത്തേക്കിനും ഒന്നായോ, നീയും നിന്റെ ബോയ് ഫ്രണ്ട് പറഞ്ഞിട്ട് അവള് കോളാക്കി കട്ട് ചെയ്ത് പോകുമ്പോഴത്തേക്കിനും ജൂൺ ആണെങ്കിൽ ആരെ വിളിച്ച് നിന്റെ ഫ്രണ്ടാണോ നിൽക്കുക. ആ അവളെന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, പറഞ്ഞ പോലെ നീ ഇതുവരെ അവളെ കണ്ടിട്ടില്ലല്ലോ, അവിടെ നമുക്ക് നാളെ ഒരു കഫേയിൽ വെച്ച് മീറ്റ് ചെയ്യും, ഇന്ന സമയത്ത് വന്നാൽ മതി നീ എന്നൊക്കെ പറയുക. ഈ ഹീറോ ആണെങ്കിൽ ഡിന്നറിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഹീറോയിൻ ആണെങ്കിൽ നാളെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഡ്രസ്സൊക്കെ ആണെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കുക. ഡ്രസ്സൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ അസിസ്റ്റന്റും ഡ്രസ്സൊക്കെ അടിപൊളിയാണ് ബോസ് എന്ന് പറയുമ്പോൾ അതൊക്കെ ശരിയാ, അവൾക്ക് വേണ്ടി എന്തെങ്കിലും ഗിഫ്റ്റ് നാളെ മേടിച്ചോണ്ട് പോവാന്ന് പറഞ്ഞിട്ട് അതൊക്കെ ആണെങ്കിൽ വാങ്ങിക്കുന്നതുകൊണ്ട് ഇപ്പൊ അടുത്ത ദിവസം ഹീറോയിൻ ആണെങ്കിൽ നമ്മുടെ ഗൗമിയുടെ ബോയ് ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കഫേയിലോട്ട് വന്നേക്കുക. അവളെ പരിചയപ്പെടുത്താന്ന് പറഞ്ഞില്ലായിരുന്നോ, അതിന് വേണ്ടിയിട്ട് അവളിങ്ങനെ ഒരു ലിഫ്റ്റ് കയറുമ്പോഴത്തേക്കിനും അവിടെ തന്നെയായിരുന്നു ജൂൺ ഉണ്ടായിരുന്നേ. രണ്ടുപേർക്ക് പരസ്പരം അറിയില്ലല്ലോ. അപ്പൊ അവിടെ വേറെ ഒരുത്തരാണെങ്കിൽ ഒരു പെൺകുട്ടിയോട് മോശമായിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുക. ഇതെല്ലാവരും കാണുന്നുണ്ട്. ആ പെൺകൊച്ചും പ്രതികരിക്കാതിരിക്കുന്ന വേണ്ടിട്ട് നമ്മുടെ ജൂൺ ആണെങ്കിൽ ചിക്കന്റെ ബാക്കിലാണെങ്കിൽ ടച്ച് ചെയ്യുക കേട്ടോ. ഇത് കണ്ടതും എടാ നീ എന്ത് വൃത്തിയായിട്ട് പരിപാടി കാണിക്കുന്നത് വെക്കുക. അപ്പൊ നീ കാണിക്കുന്നത് എന്താ നല്ല പരിപാടിയാണോ, ഞാൻ ടച്ച് ചെയ്തപ്പോഴേ നീ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നെങ്കിൽ ആ കൊച്ചെന്തോരം അനുഭവിച്ചിട്ടുണ്ടാവും എന്ന് പറയുമ്പോഴത്തേക്കിനും അവരാണെങ്കിൽ ഇവരോട് വഴക്കില്ല കേട്ടോ. മിനിക്ക് വരാണെങ്കിൽ അതെ നീ ഇങ്ങനെ ചെയ്തതാണ് തെറ്റ്, ഇവിടുത്തെ CCTV ഫുൾട്ടേജ് ആണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പോലീസുകാർക്ക് അയച്ചു കൊടുക്കാം, നിന്നെ പിടിച്ചോണ്ട് പോട്ടെ എന്ന് പറയുമ്പോഴത്തേക്കിനും അവരാണെങ്കിൽ അവിടെ നിന്ന് ഓടി പോവുക. ഹീറോയിനെ പിടിക്കാൻ പോകുന്നുണ്ടെങ്കിലും അവളെയും താണ്ടി നമ്മുടെ ജൂൺ ആണെങ്കിൽ അവനെ പിടിച്ച് മടക്കി പോലീസിന്റെ കയ്യിൽ ഏൽപ്പിക്കുക കേട്ടോ. അപ്പോഴത്തേക്കും ഗൗമിയോട് വന്നിട്ട് എന്തിവിടെ ഉണ്ടായെന്ന് ചോദിക്കുക. ഓ അതൊന്നുമില്ല ചെറിയൊരു പ്രശ്നം, ഈ വന്നിരിക്കുന്ന ആളാണ് രക്ഷപ്പെടുത്തിയെന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ ഗൗമിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുക. അവന്റെ കൈ പിടിച്ചതും നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഹേയ് ഇത് നിന്റെ ബോയ് ഫ്രണ്ട് ആയിരുന്നു നോക്കുക. അവരും അതേന്ന് പറയാട്ടോ. എന്നിട്ട് കഫേ വന്നിട്ട് ഹീറോയിൻ ആണെങ്കിൽ ഗൗമിയുടെ അടുത്ത് നിന്റെ ജീവിതത്തിലെ ഇതുവരെ എടുത്ത തീരുമാനങ്ങളൊക്കെ പൊട്ടത്തരായിരുന്നെങ്കിലും പക്ഷെ നിന്റെ സെലക്ഷൻ അത് അടിപൊളിയാട്ടോ എന്ന് പറയുക. പോരാഞ്ഞിട്ട് ജൂൺ വരെയാണെങ്കിൽ നമ്മുടെ ഗൗമിയുടെ അടുത്ത് ഇങ്ങനെ കൊഞ്ചി സംസാരിക്കും കളിക്കുകയൊക്കെ കാണുമ്പോൾ ഹീറോയിൻ ആണെങ്കിൽ ഭയങ്കര തലവേദന എടുക്കുക കേട്ടോ. അന്ന് നൈറ്റ് ആയതും ഹീറോ പറഞ്ഞ പോലെ ക്യുവാനും ഇവരെല്ലാരും കൂടി ആണെങ്കിൽ ഡിന്നറിന് വേണ്ടി വന്നേക്കുക. അവർക്ക് വേണ്ടി സ്പെഷ്യൽ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഒരുപാട് ഭക്ഷണം ഓർഡർ ചെയ്ത് അവർക്ക് കൊടുക്കുവാണ്. അധികം അവന്റെ ഗിഫ്റ്റ് കൊടുത്തതും ഹീറോയിൻ അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ കുറെ ലിപ്സ്റ്റിക് ആയിരിക്കും കേട്ടോ. ക്യുവാൻ ഇത് കണ്ട് ഭയങ്കര സന്തോഷമാവുക. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷെയ്ഡാണല്ലോ നീ വാങ്ങിച്ചോണ്ട് വന്നേക്കുന്നതെന്ന് പറയുമ്പോൾ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുക. ഹീറോയിൻ ആണെങ്കിൽ അന്ന് അറിയാതെ ഇവന്റെ മേത്ത് വീണപ്പോഴത്തേക്കിന് അവളുടെ ലിപ്സ്റ്റിക് ആണെങ്കിൽ ഷർട്ടിൽ പറ്റില്ലായിരുന്നോ, ആ ഷെയ്ഡ് നോക്കിയപ്പോൾ വാങ്ങിച്ചോണ്ട് വന്നതായിരിക്കും. ഇതൊക്കെ അറിയുമ്പോൾ ഹീറോയിന് ഭയങ്കര സന്തോഷമാവുക. ഇവരിങ്ങനെ കഴിച്ചോണ്ടിരിക്കുകയാണ് ഫാമിലി ആയിട്ട്. അതേസമയം കുബേയുടെ അടുത്ത് ശുഷി വന്നിട്ട് ഞാനൊരു കാര്യം ഓപ്പൺ ആയിട്ട് ചോദിക്കട്ടെ, നിനക്ക് ഇഷ്ടമെന്ന് പറഞ്ഞില്ല പെൺകുട്ടിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് നോക്കുമ്പോൾ ഇല്ല അവക്കെന്നെ ഇഷ്ടമല്ല പക്ഷെ എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമെന്ന് പറയുമ്പോൾ എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, നീയും അവള് സെറ്റായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നിന്റെ പുറകെ വരുത്തില്ലായിരുന്നു. ഇതിപ്പം നിനക്ക് മാത്രം വൺ സൈഡ് ആയിട്ടില്ലാവും അല്ലേ, അപ്പൊ ഞാനും നിന്നെ സ്നേഹിക്കും, അവസാനം വരെ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു പറയുമ്പോൾ അന്ന് നീ വെറും ട്രൈ ചെയ്യൽ മാത്രമേ ഉണ്ടാവുള്ളൂ, എന്നെ ശല്യപ്പെടുത്തണ്ട, ഞാൻ എന്തായാലും നിന്റെ മുന്നിൽ ലവിലൊന്നും വീഴാൻ പോകുന്നില്ല, ഞാൻ അവളെ സ്നേഹിക്കാൻ പോകുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ഒരു പക്ഷെ നീ സ്നേഹിക്കുന്ന പെൺകുട്ടി നിന്നെ ഒരിക്കലും സ്നേഹിച്ചില്ലെങ്കിൽ നീ എന്ത് ചെയ്യുന്നു വെക്കുമ്പോൾ അത് ഞാൻ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് പറയും. അത് തന്നെയാണ് ഞാനും ചെയ്യാൻ പോകുന്നത്, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, അപ്പൊ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എത്ര നാൾ വേണമെങ്കിലും വെയിറ്റ് ചെയ്ത് പറയുമ്പോൾ അവനൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി.
ഓക്കേടാ, നീ സ്നേഹിക്കുന്ന ആ പെൺകുട്ടിയുടെ പേരെന്താന്ന് നോക്കുമ്പോഴത്തേക്കിനും അവക്ക് ഇതുവരെ പേരിട്ടിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഗോവയാണെങ്കിൽ അവിടുന്ന് രക്ഷപ്പെടുക. ഇവരിവിടുന്ന് ഡിന്നറൊക്കെ കഴിച്ചിട്ട് പുറത്തിറങ്ങുക. ക്യുവാനാണെങ്കിൽ ഒരിടത്ത് എത്തിയിട്ട് നമ്മുടെ ഹീറോയിന് അർജന്റായിട്ട് ഒരു കോള് വന്നോണ്ട് സംസാരിച്ചു നിൽക്കുവാണേ. അത് കഴിയുമ്പോൾ നമ്മുടെ ഷെന്നി വന്നിട്ട് ക്യുവാൻ എന്ത് ചെയ്ത് നോക്കുക, അവനിവിടെ ഉണ്ടായിരുന്നല്ലോ, എവിടെ പോയി എന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേക്കിനും കൊച്ചിനെ കാണുന്നുണ്ടാവില്ല. രണ്ടുപേർക്കും പേടിയാവട്ടോ. ചുറ്റുള്ള ആൾക്കാരോടൊക്കെ ചോദിക്കുന്നുണ്ട്, ഫോട്ടോ ആർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും ആരും തന്നെ കൊച്ചിനെ കണ്ടിട്ടില്ല. ഇവർക്ക് രണ്ടുപേർക്കും പേടിയാവുക. ഹീറോയിനാണ് ഭയങ്കര പേടി, എവിടെ പോയി എന്താവും എന്നൊക്കെ പറഞ്ഞിട്ട് ഷെന്ന അവസാനം വന്ന് നമുക്ക് കംപ്ലൈന്റ് ചെയ്യാം എന്ന് പറഞ്ഞോണ്ടിരിക്കുക. അവക്കൊരു കോള് വരുക. വിളിച്ചെടുത്തോട്ട് പോയി നോക്കുമ്പോൾ കുഞ്ഞവിടെ നിപ്പുണ്ടാവേ. ഹീറോയിൻ ആണെങ്കിൽ പെട്ടെന്ന് ഹഗ് ചെയ്തിട്ട് എവിടെ പോയതായിരുന്നു, നിന്നെ അവിടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ പോയേ, എന്തിനാ എങ്ങോട്ടൊക്കെ വന്നേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും അത് പിന്നെ അച്ഛനമ്മയ്ക്കൊരു ഗിഫ്റ്റ് വന്നില്ലേ, അതേപോലെ ഒരു ഗിഫ്റ്റ് വാങ്ങാനും ഞാനും വന്നേന്ന് പറയുക. അപ്പോഴായിരിക്കും ഷെന്ന് അടുത്തിരിക്കുന്ന ലേഡിയുടെ കയ്യിൽ ഒരു ഡ്രസ്സ് കാണുന്നേ. കുഞ്ഞ് ഇവക്ക് വേണ്ടി വാങ്ങിച്ചതായിരിക്കും കേട്ടോ. എന്നിട്ട് ഷെന്നി പറഞ്ഞു കൊടുക്കുക, മോൻ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കണ്ടില്ല ഇപ്പൊ അമ്മ എന്തോരം വിഷമിച്ചു എന്ന്, നീ ഇനി പറയാതെ പോവില്ലട്ടോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ക്യുവാനും കുറെ സോറിയൊക്കെ ചോദിക്കുക. ഇനി ചെയ്യില്ല അമ്മ എന്നൊക്കെ പറയുകയാണേ. എന്നിട്ട് മൂന്നുപേരും വീട്ടിൽ വരിക. അവനെ കടത്തി ഉറക്കിയിട്ട് ഇവർ രണ്ടുപേരും ഇരിക്കുമ്പോഴത്തേക്കിനും ഹീറോയിന്റെ മൈൻഡിൽ മൊത്തം ഞാൻ അവനെ നല്ല രീതിയിലല്ലേ വളർത്തിയത് എന്നൊക്കെയാണ് മൈൻഡിൽ മൊത്തം. പക്ഷെ ഹീറോ ആണെങ്കിൽ പറഞ്ഞെടുക്കുക, നീ എന്ത് നന്നായിട്ട് ക്യുവാനെ വളർത്തിയേക്കുന്ന, ഒരു അച്ഛനില്ലെങ്കിൽ കൂടി നീ അവനെ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ചെറു പ്രായത്തിൽ തന്നെ നിന്റെ നമ്പർ കാണാപ്പാടം പഠിപ്പിച്ചോണ്ടല്ലേ അവനിപ്പോ കാണാതെ പോയപ്പോ നമ്മളെ വിളിച്ച് പറഞ്ഞത് നീ നല്ലൊരു അമ്മയാ എന്നൊക്കെ പറയുവാണേ. ഇപ്പൊ അടുത്ത ദിവസമാണ് കാണിക്കുന്നത്. മിൻഹ്യു ആണെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചു നോക്കുക, ഷെന്നെ നമുക്ക് വേണ്ടിട്ട് ഒരു ഗിഫ്റ്റ് മേടിച്ചതില്ലേ, അപ്പൊ അവന് വേണ്ടി എന്തെങ്കിലും വാങ്ങിച്ചെടുക്കുന്ന പറഞ്ഞുകൊണ്ട് ഒരു ഗിഫ്റ്റ് മേടിച്ച് നേരെ ഓഫീസിൽ വരുമ്പോഴത്തേക്കിനും ഷെന്ന അവിടെ ഉണ്ടാവില്ല. അപ്പൊ അവന്റെ ടേബിളിലായിട്ട് ഒരു ഫയൽ ഇരിക്കുന്ന കാണുവാണേ. അവളത് തുറന്നു നോക്കുമ്പോ ആപ്പാട് ഷോക്കാവുക. എന്താന്ന് വെച്ചാ ആദ്യം നമ്മുടെ ഷെന്നാണെങ്കിൽ ഒരു വക്കീലിനൊക്കെ കണ്ടില്ലായിരുന്നോ നമ്മുടെ ക്യുവാനെ ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട്, അതുമായി ബന്ധപ്പെട്ട ഒരു ഫയലാട്ടോ. ഇത് നിയമപരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഫയലാണ്. അതും കാണിച്ച് കോടതിയിൽ സമീപിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യുവാൻ്റെ അടുത്ത് തന്നെ ചോദിക്കും, അമ്മയുടെ കൂടെ പോണോ അച്ഛൻ്റെ കൂടെ പോണോ എന്ന്. കുഞ്ഞ് ആരുടെ കൂടെ പോണെന്ന് പറയുന്നോ അവരുടെ കൂടെ ആയിരിക്കും നിരന്തരമായിട്ട് കൊച്ചുണ്ടാവുക. അതൊക്കെയാണ് ആ ഫയലിനകത്തുള്ളത്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മിൻഹ്യു ആണെങ്കിൽ ആ പാടെ തെറ്റിദ്ധരിക്കുക, അപ്പൊ എന്നിൽ നിന്ന് എന്റെ മകനെ പിരിക്കാൻ വേണ്ടിയല്ലേ അവൻ വന്നതെന്ന് പറഞ്ഞോണ്ട്. പക്ഷെ ശരിക്കും ഷെന്നിനാണെങ്കിൽ ഈ ഫയലിനെ പറ്റി ഒന്നും അറിയത്തില്ല. ഇതൊക്കെയാണെങ്കിൽ ഷെന്നിന്റെ പ്രസിഡന്റ് ഇല്ലേ, ആ പെണ്ണ് ഒപ്പിച്ച പണിയായിരിക്കും കേട്ടോ. ഇതൊക്കെയാണെങ്കിൽ അസിസ്റ്റന്റിന്റെ മൂലമാണ് ഹീറോ അറിയുന്നത്. പോരാഞ്ഞിട്ട് ഹീറോയിൻ ഇത് കണ്ടെന്നും കൂടി അറിയുക. നേരെ വീട്ടിൽ വരുമ്പോഴത്തേക്കിനും ഹീറോയിൻ ആണെങ്കിൽ ഇവരെ അടിച്ചു പുറത്താക്കുക. നീ എന്റെ മോനിൽ നിന്ന് പിരിക്കാൻ വന്നല്ലേടാന്നും പറഞ്ഞിട്ട്, മിൻഹ്യു നീ വിചാരിക്കുന്ന പോലെയല്ല, നീ തെറ്റിദ്ധരിച്ചേക്കുക, അങ്ങനെയൊന്നുമില്ല, ഞാനൊരു മോശം വ്യക്തിയാണ്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഒരു കുഞ്ഞിനെ അവന്റെ അമ്മയിൽ നിന്നൊന്ന് പിരിച്ചു വെക്കാനൊന്നും എന്റെ മനസ്സ് അനുവദിക്കില്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയുമ്പോൾ മിൻഹ്യുവിനാണെങ്കിൽ അതൊന്നും കേൾക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അവളങ്ങ് പോവുകയും ചെയ്യും. ഹീറോയിൻ ആണെങ്കിൽ കുഞ്ഞിന്റെ അടുത്ത് വരുമ്പോ അവനാണെങ്കിൽ എപ്പോഴും ഇത് തന്നെ ചോദിച്ചോണ്ടിരിക്കുന്നത്, അച്ഛനെന്തി അമ്മ എപ്പോഴാ വരിക എന്നെ കാണാൻ എന്നൊക്കെയാണെങ്കിൽ നിരന്തരം ചോദിച്ചോണ്ടിരിക്കുന്ന കണ്ടിട്ട് നമ്മുടെ മിൻഹ്യുവിന് തന്നെ എന്താ മറുപടി പറയേണ്ടതെന്ന് അറിയില്ല. അവക്കും തീരെ വയ്യാതാവുക കേട്ടോ ഈ ചോദ്യം കേട്ടിട്ട്. അതുകൊണ്ട് എന്നാ ഓഫീസിലൊന്നും പോകുന്നില്ല കേട്ടോ. പിറ്റേ ദിവസം നമ്മുടെ ഹീറോ ആണെങ്കിൽ ഓഫീസിൽ വരുമ്പോഴത്തേക്കിനും ഹീറോയിൻ അവിടെ ഉണ്ടാവില്ല. അപ്പൊ കുബേരുടെ അടുത്ത് ഗൗമി വന്നിട്ട് ഹീറോയിൻ ഇതേപോലെ വയ്യ, നീ ഒന്ന് അവളുടെ അപ്പാർട്ട്മെന്റിൽ പോയി നോക്കണം എന്ന് പറയുമ്പോഴായിരിക്കും ഹീറോ ഇത് കേട്ട് ഗൗമിയിൽ നിന്ന് എല്ലാം മനസ്സിലാക്കുന്നത് ഹീറോക്ക് തീരെ വയ്യെന്ന്. അതുകൊണ്ട് അവളെ കാണാൻ വേണ്ടിട്ട് വീട്ടിൽ വരുമ്പോഴത്തേക്കിനും ഗുവയാണെങ്കിൽ അവിടെ വന്ന് നിൽക്കുക. ഇവന്മാർ രണ്ടുപേരും നിൽക്കുന്ന കണ്ടതും ഗുവേനെ മാത്രം അകത്തോട്ട് കേട്ടിട്ട് അവനെ പുറത്താക്കോട്ടെ. ഇത് ശ്രദ്ധിച്ച് ഗുവയാണെങ്കിൽ എന്നാ നിങ്ങൾ രണ്ടുപേരും അടികൂടിയോ നോക്കുക. അപ്പൊ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞതും ഗുവയ്ക്കൊന്ന് ഷോക്കാവുക. ഷെന്നി തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. അവനെ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്കും അടുത്ത സ്റ്റെപ്പ് എടുത്ത് വെക്കണം. നമുക്കൊരു വക്കീലിനെ ഏർപ്പാടാക്കി നമ്മുടെ ക്യുവാനെ നമ്മളിലേക്ക് അടുപ്പിക്കുക തന്നെ വേണം. അതിനു വേണ്ടിയിട്ട് ഒരു സ്ട്രോങ് ആയിട്ട് ഒരു വ്യക്തിയും കൂടി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കും മാരേജ് ചെയ്യാം. അപ്പൊ എന്തായാലും കുഞ്ഞിനെ നമ്മുടെ കൂടെ കോടതിയിൽ വിടത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കിനും ഹീറോയിൻ ആണെങ്കിൽ നീ എന്തൊക്കെയാ പറയുന്നത്, മാരേജ് എന്ന് വെക്കുമ്പോൾ ശരിക്കുള്ളതല്ലേ, നമുക്ക് കുഞ്ഞിനെ കിട്ടിക്കഴിയുമ്പോൾ ഡിവോഴ്സ് ചെയ്യാന്ന് പറയുമ്പോൾ ഹീറോയിൻ ആണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്റെ ലൈഫിന് വേണ്ടിയിട്ട് നിന്റെ ലൈഫ് ഇല്ലാതാക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചുമ്മാ ജോക്ക് പറഞ്ഞതെന്ന് നമ്മുടെ ഗുവയാണെങ്കിൽ പറയുന്നുണ്ടെങ്കിലും അവന്റെ മനസ്സിൽ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഇപ്പൊ ചെറിയൊരു ഫ്ലാഷ് ബാക്ക്. അന്ന് നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഒരു ബ്രേസ്ലെറ്റ് ആഗ്രഹിച്ചില്ലായിരുന്നോ, അതാണെങ്കിൽ ഇവൻ കാണിച്ചു കൊടുത്തതും അവൾക്ക് ഭയങ്കര സന്തോഷമാവുക. അവിടെ വെച്ച് അവൻ പ്രൊപ്പോസ് ചെയ്യാം കേട്ടോ മാരേജ്. അവൾ ആ ബ്രേസ്ലെറ്റ് വാങ്ങുന്നുണ്ടെങ്കിലും സാധാരണ എല്ലാവരും റിങ് കൊടുത്തിട്ടല്ല പ്രൊപ്പോസ് ചെയ്യുക, നീ എന്തെങ്കിലും ചെയ്തേ, അതുകൊണ്ട് എന്തായാലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇവരങ്ങ് കളിച്ചൊക്കെ കാണുവാൻ.
ഇപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഹീറോ ഇവിടെ ദേഷ്യം വന്നിരിക്കുക. വീട്ടിൽ വന്നിട്ട് ഒരേ ഒച്ചപ്പാട് ബഹളമാണ്. അസിസ്റ്റന്റ് അടുത്ത് വന്നിട്ട് എന്തിനാണ് ഇത്ര വലിയ ടേബിള്, ഇത്ര ചെയർ, സോഫ എല്ലാം ഇവിടെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ, എല്ലാത്തിനും കാണാൻ നിന്നെ മുഖമാന്ന് പറയുമ്പോഴത്തേക്കിനും എന്റെ മുഖത്തിന് എന്താ കുഴപ്പം ബോസ് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും ഒന്നും പറയണ്ട, നീയാണ് എല്ലാത്തിനും കാണും, നീ ഒറ്റ കാണും ഇതൊക്കെ ഉണ്ടായെന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അസിസ്റ്റന്റ് ഫോണിലോട്ടാണെങ്കിൽ ക്യുവാൻ വിളിക്കുക. എപ്പോഴും വെച്ചവർ എത്ര നാളെ കാണിയിട്ട് വർക്ക് ഇതുവരെ കഴിഞ്ഞില്ലേന്ന് വെക്കുമ്പോൾ നമ്മുടെ ഹീറോ ഞാൻ ഉടനെ വരാം, പക്ഷെ നിന്റെ അമ്മയോടൊന്ന് നീ ചോദിച്ചേ, എന്നോട് അവൾ സംസാരിക്കുന്നില്ല, എന്താ കാര്യം എന്ന് ചോദിച്ചത് പറയുമ്പോഴത്തേക്കിനും ക്യുവനും മിനിഹുവിൻ്റെ അടുത്ത് എന്താ അമ്മ അച്ഛനായിട്ട് സംസാരിക്കത്തെ, അതുപോലെ തന്നെ അമ്മയുടെ ഫോണിൽ അച്ഛൻ്റെ കോണ്ടാക്റ്റും കാണുന്നില്ലല്ലോ, എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും മിനിഹു ആണെങ്കിൽ അതൊക്കെ അങ്ങനെയാ, ഇനി ഒരിക്കലും നിനക്ക് അവനെ വിളിക്കാനും പറ്റത്തില്ല, കാരണം ഞാൻ ബ്ലോക്ക് ആക്കി ഇട്ടേക്കുമെന്ന് പറയുക. അതിന്റെ റീസണും ഷെന്നിന് അറിയാമെന്നും കൂടി പറയുന്നുണ്ട് കേട്ടോ. ഇത് കേട്ട ഷെന്നിനാണെങ്കിൽ പിന്നീട് ഒന്നും പറയാനും പറ്റുന്നില്ല. ക്യുവനാണെങ്കിൽ എപ്പോഴും ഒന്ന് വരും, എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ ഷെന്നാണെങ്കിൽ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നമുക്ക് ഈ വീക്കെൻഡിന് പുറത്ത് പോകാന്ന് പറഞ്ഞതാണ് ക്യുവൻ ഒന്ന് സമാധാനമാവുന്നേ. അതേസമയം നമ്മുടെ ചെങ്ങിന്റെ വീടാട്ട് കാണിക്കുന്നത് അവന്റെ വൈഫിന്റെ അച്ഛനാണെങ്കിൽ ഇവിടെ വന്നിട്ട് അവന്റെ അടുത്ത് കമ്പനിയൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും അത് പിന്നെ ആ ഗ്ലൂറിയ കമ്പനിയായിട്ട് ഒരു പ്രൊജക്ട് കൊളാബ് ചെയ്യാന്ന് വെച്ചേ, പക്ഷെ അവര് അതിന് സമ്മതിച്ചില്ല. അപ്പോൾ വേറെ വലിയ കമ്പനിയായിട്ട് ഞങ്ങള് ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ വൈഫ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതും അങ്ങനെ അങ്ങ് അവിടെ നിന്ന് പോയി കഴിയുമ്പോഴത്തേക്കിനും താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് വൈഫിന്റെ അടുത്ത് പോകുമ്പോഴത്തേക്കിനും ആ പെണ്ണാണെങ്കിൽ ഇവനെങ്ങ് മാറ്റി നിർത്തുക. നമ്മുടെ ചിങ്ങിനെ ഒരു കഴിവില്ലാത്ത പോലെയാണ് കാണുന്നത്. ഫസ്റ്റ് നീ നിന്റെ കമ്പനി നന്നായിട്ട് നോക്കുക, അത് വലിയ സ്ഥിതിയിൽ എത്തിക്ക്, എന്നിട്ട് എൻ്റെ അടുത്ത് വന്നാൽ മതി എന്നൊക്കെ പറയുന്നേ. ഇവളുടെ ഈ സ്വഭാവം കാരണമാണെന്ന് തോന്നുന്നു ആ ഷൂയി എന്ന് പറഞ്ഞ പെണ്ണിന്റെ പുറകെ പോകുന്നു കേട്ടോ. ഇപ്പൊ അവന്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞിട്ട് ഉടനെ തന്നെ ആ കമ്പനി എൻ്റെ പേരിൽ ആവാൻ പോകുന്നു പറയുമ്പോൾ അങ്ങനെയാണോ, എന്നാ പിന്നെ അടിപൊളി. അതുപോലെ തന്നെ ഇനിയൊരു ഈവന്റ് നടക്കാൻ പോകുന്നില്ലേ, അതിന് നിന്റെ കമ്പനിയുടെ ആളായിട്ട് ഞാൻ വന്നോട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും നീ വരണ്ട, കാരണം ഒന്ന് നിന്നെ കൊണ്ടുപോയതിന് തന്നെ അത് ഫ്ലോപ്പായി, അതുകൊണ്ട് ഇനി നീ വരണ്ടെന്ന് പറയുമ്പോഴത്തേക്കിനും എന്നെയൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ, ആ മിൻഹു എന്ന് പറഞ്ഞ പെണ്ണിനെ കൊണ്ടുപോകാനായിരിക്കുമല്ലോ ചോദിക്കുമ്പോൾ ചെങ്ങാണെങ്കിൽ അപ്പൊ അങ്ങനെയൊന്നും ഇല്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ പിന്നീട് മിൻഹുവിനെ പറ്റി തന്നെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. ഷൂവിനെ ഇഷ്ടമാണ്, മിൻഹിയോനും ഇഷ്ടമാണെന്ന് തോന്നുന്നു നമ്മുടെ ചെങ്ങിനെ കേട്ടോ. ഇവരിവിടെ ഒരു ഈവെന്റിനെ പറ്റി പറയുന്നുണ്ടായിരുന്നില്ല, ആ ഈവെന്റിലോട്ട് നമ്മുടെ ഹീറോയിനെ വിളിക്കുക, അവർക്ക് ഭയങ്കര സന്തോഷമാവുക. എന്തായാലും അവിടെ വലിയ വലിയ ആൾക്കാരൊക്കെ വരും, നമ്മുടെ കമ്പനിയായിട്ട് സംസാരിക്കാൻ പറ്റിയ ഈവന്റ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാനേജർ വേണ്ടിയിട്ട് നീ ഒന്നും വേണ്ട, നിനക്ക് പകരം ഷീഫ് പോയിക്കോളൂ എന്ന് പറയുമ്പോൾ അവള് സമ്മതിക്കുന്നില്ല. എന്താ ഞാൻ പോയാല് എനിക്കും കൂടി വന്നതല്ലേ, ഞാനേ പോത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കിനും കുറച്ച് ഫോട്ടോസ് ആണെങ്കിൽ മാനേജർ കാണിക്കുക. അന്ന് ആ ഫസ്റ്റ് പാർട്ടി നടന്നപ്പോൾ ചെങ്ങ ഇവിടെ ക്ലോസ് ആയിരുന്നില്ലായിരുന്നോ, ആ ഫോട്ടോസ് അയക്കും. ഇപ്പൊ ഇത് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നീ പോയാൽ ശരിയാവില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും ഹീറോയിനും ഇത് കമ്പനിയായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഞാൻ പോകുന്നത്, അല്ലാത്ത കാര്യത്തിലൊന്നുമല്ല, അതുകൊണ്ട് ഇങ്ങനത്തെ റൂമേഴ്സ് ഒക്കെ കണ്ടു പേടിച്ച് എനിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ മാനേജർ ഞാൻ കുറച്ച് കഴിയുമ്പോൾ തീരുമാനം പറയാന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയും ചെയ്യും. പക്ഷെ ഗൗമിയുടെ അടുത്താണെങ്കിൽ ഹീറോയിൻ പറയുന്നുണ്ട് ഈ ഈവന്റ് നടക്കാൻ പോകുന്നെന്ന് അറിഞ്ഞിട്ട് ഞാൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആരും ഈ വീഡിയോസും ഫോട്ടോസൊക്കെ ഇപ്പൊ അപ്ലോഡ് ചെയ്തത്, ആരായിരുന്നാലും അവനെ ഞാൻ കണ്ടുപിടിക്കുന്നു അറിയുക. ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ ആണെങ്കിൽ ചെന്നും കാണുന്നുണ്ട്. അവന് ഭയങ്കര ദേഷ്യം വന്നിട്ട് അസിസ്റ്റന്റ് അടുത്ത് ഇതൊക്കെ ആര് അപ്ലോഡ് ആക്കിയെന്ന് എത്ര പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറയുക. അതുപോലെ മിനിഹു ആണെങ്കിൽ ആ ഈവന്റിന് പോകുന്നുണ്ടെന്ന് ഷെന്നെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവളുടെ ഓഫീസിലാണെങ്കിൽ അവളെ കാണാൻ വേണ്ടി വരുമ്പോഴത്തേക്കിനും അവിടെയുള്ളൊരു പെണ്ണും പറയുക മാം എവിടെ ഇല്ല, പുറത്ത് ഷാങ്കായിൽ വരെ പോയേക്കെന്ന് പറയുമ്പോൾ അവിടെയാണ് ആ ഈവന്റ് നടക്കുന്നെങ്കിൽ 2-3 ദിവസം കഴിയുമ്പോഴല്ല പരിപാടി, ഇപ്പോഴേ എന്തിനാ പോയി നിൽക്കുമ്പോൾ അത് പിന്നെ മാമിന്റെ കുഞ്ഞുമായിട്ട് ഏതോ ക്യാമ്പിനാ പോയെന്ന് പറയുമ്പോൾ ക്യാമ്പാണോ, ഞാനും പോവാലോ എന്ന് തീരുമാനം എടുക്കുക. മിനിയു ആണെങ്കിൽ ക്യുവാനും കൂട്ടിയിട്ട് ഇവിടെ ഇരിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും ഹെയർ ഹോസിസ്റ്റ് ആണെങ്കിൽ വന്നിട്ട് മാം നിങ്ങളുടെ കുഞ്ഞിന് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം, അതുകൊണ്ട് ഇങ്ങനത്തെ പേഷ്യൻസിനൊക്കെ ഞങ്ങൾ നന്നായിട്ട് നോക്കും, നിങ്ങൾക്ക് വേണ്ടി വേറെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സ്ഥലം എന്ന് പറഞ്ഞിട്ട് വലിയ സീറ്റുള്ള സ്ഥലത്തൊക്കെ കൊണ്ടാക്കുക. പോരഞ്ഞിട്ട് ഇവള് ഹോട്ടലിൽ ബുക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴത്തേക്കിനും അവിടെയുള്ളവരും നിങ്ങളാണ് ഞങ്ങളുടെ 1000ാമത്തെ കസ്റ്റമർ, അതുകൊണ്ട് നിങ്ങൾക്ക് സ്പെഷ്യൽ റൂമാന്ന് പറഞ്ഞിട്ട് വലിയൊരു റൂമിൽ കൊണ്ടുപോവുക. പോരഞ്ഞിട്ട് ക്യുവാൻ ഇഷ്ടപ്പെട്ട കുറേ ടോയ്സ് അവിടെ കിടപ്പുണ്ടാവും. അന്ന് ആ ഫ്ലൈറ്റിൽ കയറുമ്പോഴേ അവൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇപ്പൊ ഈ മുറിയും കൂടി കിട്ടിയപ്പോൾ അവൾക്ക് ഉറപ്പായി ഇതൊക്കെ ഷെന്നിന്റെ പരിപാടിയാണ്, അതുകൊണ്ട് കുഞ്ഞിന്റെ അടുത്ത് നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാൻ ബാന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്കിനും ക്യുവാനാണെങ്കിൽ വരത്തില്ല, എനിക്ക് ഈ റൂം ഇഷ്ടപ്പെട്ട ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞുണ്ട്. പിന്നെ മിൻഹു ആണെങ്കിൽ എങ്ങനെയൊക്കെ സമാധാനിപ്പിക്കുക, അമ്മ കുറച്ചും കൂടി ക്യാഷ് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇതേപോലത്തെ റൂമൊക്കെ എടുക്കാം, നമുക്ക് ഇപ്പൊ സാധാരണ റൂമിൽ കിടക്കാന്ന് പറഞ്ഞിട്ട് അവനെ കൂട്ടിക്കൊണ്ട് വേറെ റൂമിൽ പോവാട്ടോ. എന്നിട്ട് നമ്മുടെ ഗൗമിനെ വിളിച്ചിട്ട് എടി ഞാൻ ഇവിടെ വന്ന കാര്യം നീ എങ്ങാനാ ഷെന്നിന്റെ അടുത്ത് പറഞ്ഞു നിൽക്കുമ്പോൾ ഞാനൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയും. എന്നാലേ അവൻ എങ്ങനെയോ ഞാൻ ഇവിടെ എത്തിയ കാര്യം അറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഫ്ലൈറ്റിൽ ഞങ്ങൾക്ക് VIP സീറ്റ് കിട്ടിയത്, ഇവിടെ ഹോട്ടലിൽ വന്നപ്പോഴും ഞങ്ങൾക്ക് VIP റൂം കിട്ടിയത്, ഇതൊക്കെ അവന്റെ പരിപാടിയാ.
എന്നൊക്കെ പറയുമ്പോ ഗൗമയും അതെ അതെ ഇതെല്ലാം ഷെന്നിയാ പണം ഇട്ടെന്ന് വെച്ചിട്ട് അവൻ എന്ത് ചെയ്യാന്നാ എന്നൊക്കെ ആണെങ്കിൽ സംസാരിച്ചോണ്ടിരിക്കുവാണേ. നമ്മുടെ ഷെന്നാണെങ്കിൽ ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുവാണേ. റൂമിലോട്ട് പോയി നോക്കുമ്പോ നമ്മുടെ കുഞ്ഞും അവളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് പുറത്തിറങ്ങുന്ന ടൈമില് ഏതൊരു പെണ്ണാണെങ്കിൽ ഓടി വന്നവനെ കിസ് ചെയ്തിട്ട് ബേബി ഞാൻ വന്നു എന്ന് പറയുവാ. ഇതാണെങ്കിൽ അവിടെ നിന്ന് ക്യൂവാനും മെനിഷയും കാണുക കേട്ടോ. അവളിത് കണ്ടത് പോ നിൽക്കുമ്പോൾ ഷെന്നാണെങ്കിൽ പുറകെ വന്നിട്ട് ഇതാരാന്ന് നിനക്ക് അറിയത്തില്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും കുഞ്ഞു വരെയാണെങ്കിൽ നീ ആരാ എന്റെ അച്ഛനെ കിസ് ചെയ്യാൻ വേണ്ടിട്ട് എന്റെ അമ്മ പോലും ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോഴത്തേക്കിനും ക്യൂവാൻ ഇതെന്റെ ചേച്ചി അത് പറഞ്ഞതും ഹീറോയിൻ തന്നെയാണെങ്കിൽ ഒന്ന് ഷോക്കാവാ. എന്നിട്ട് ഇവർ രണ്ടുപേരും സംസാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കിനും അവന്റെ സിസ്റ്റർ പറയാണ് ക്യൂവാൻ നിന്നെ ഫോട്ടോയിൽ കണ്ടതിൽ നല്ല ക്യൂട്ടാട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. മിനിക്കോ നീ നല്ല സുന്ദരി എന്ന് പറയുമ്പോഴത്തേക്കിനും അപ്പൊ ഷൻ എന്റെയും കൂടി ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടോന്ന് എനിക്ക് ചോദിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ഹീറോണിക്ക് അല്ലല്ല നീയും ക്യുവനും ഒരുമിച്ചുള്ള ഫോട്ടോ ആയിരുന്നു, നിന്നെ മാത്രം എടുത്തു കളയാൻ പറ്റിയില്ല അതുകൊണ്ട് അയച്ചു കൊടുത്തെന്ന് പറയുമ്പോൾ ചേച്ചി വരികയാണെങ്കിൽ അങ്ങനെയൊന്നല്ല നിങ്ങൾ മൂന്നുപേരെയുള്ള ഫാമിലി ഫോട്ടോയും ഞാൻ കണ്ടേന്ന് പറയുമ്പോഴത്തേക്കിനും കാണിച്ചു കൊടുത്തു കയറിട്ട് അവന് നിൽക്കുക. അതേപോലെ ഹീറോയിൻ്റെ അടുത്ത് പറയുവാണ് ഞങ്ങൾ പ്രസിഡന്റ് എന്ന് പറയത്തില്ല, അത് വേറെ ആരുമില്ല എന്റെ ചേച്ചിയാന്നൊക്കെ. മിനിഹു അതൊക്കെയാണ് കേട്ടിരിക്കുക. അതേസമയം ചെങ്ങിന്റെ വൈഫാണെങ്കിൽ മിനിഹു ഇവരുടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ആണെങ്കിൽ ഇപ്പൊ പബ്ലിക് ആയിട്ടില്ല, അതാണെങ്കിൽ കാണിച്ചു കൊടുക്കുക. ഇതെന്താന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും അവരാണെങ്കിൽ നല്ല ആളെപ്പോലെ ഇതിന്റെ ഉത്തരവാദി ഞാനല്ല, ആ പാർട്ടിയിൽ വെച്ച് നീ കണ്ടതല്ലേ എന്ന് നോക്കുമ്പോഴത്തേക്കിനും വൈഫ് നിന്നെപ്പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് നല്ല ആളാവാനൊന്നും നോക്കണ്ട, നീ എന്ത് വേണേലും കാണിച്ചോ ആരുടെ കൂടെ വേണമെങ്കിലും പോയിക്കോ, പക്ഷെ എന്റെ കമ്പനിക്ക് ഒന്നും പറ്റാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിട്ട് പോവാ. ചെങ്ങിനെ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എനിക്ക് ആണെങ്കിൽ ഇവിടെ കൈ വാഷ് ചെയ്യാൻ വേണ്ടി വരുമ്പോഴത്തേക്കിനും അവന്റെ സിസ്റ്റർ ഉണ്ടാവും. സിസ്റ്ററും പറയാണ് നീ നിന്റെ കുഞ്ഞിനെ ഒരുപാട് കഷ്ടപ്പെട്ടിയാണല്ലോ വളർത്തുന്നത്, എനിക്കത് നന്നായിട്ട് അറിയാം, കാരണം എന്റെ അനിയനും ഹാർട്ടിന് പ്രോബ്ലം ഉള്ളപ്പോൾ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതാ, അതുപോലെ തന്നെയല്ലേ ക്യുവാനും ഇപ്പം. എന്നിട്ട് നീ ഇത്രയൊക്കെ വളർത്തിയില്ലേ, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, നമുക്കൊക്കെ ഒരു ഫാമിലി ആയിട്ട് നോക്കാന്ന് പറയുമ്പോൾ ഹീറോയിൻ അത് തെറ്റിദ്ധരിക്കുക. അവൾ ഒരുപാട് വഴക്ക് പറയും കേട്ടോ. ഓൾറെഡി നിന്റെ അനിയൻ എന്റെ കുഞ്ഞിനെ പിരിക്കാനാണ് നോക്കുന്നത്, ഇനി നിങ്ങളും കൂടി വന്നല്ലേന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് പോവാട്ടോ. സിസ്റ്റർക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. മിനിക്ക് ഇങ്ങനെ ദേഷ്യപ്പെട്ട് പോകുന്ന കണ്ട് ഷെന്നിന്റെ മനസ്സിലാവുന്നിട്ട് ചേച്ചിയുടെ അടുത്ത് വന്ന് എന്താണ് നീ പറഞ്ഞെന്ന് നോക്കുക. അപ്പൊ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞതും അടിപൊളി. ഒന്നാമത് അവൾ എന്റെ മേലിൽ നല്ല ദേഷ്യത്തിലായിരുന്നു. ക്യുവാനെ ഞാൻ കൊണ്ടുപോകാനാ വന്നതെന്ന് പറഞ്ഞിട്ട് നീയും കൂടി പറഞ്ഞപ്പോൾ പൂർത്തിയായി എന്ന് പറയുമ്പോഴത്തേക്കിനും എന്നാ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങൾ രണ്ടുപേരും മാരേജ് ചെയ്യും, പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ, ഒരു ഫാമിലി ആയിട്ട് കഴിയുന്ന പറയുമ്പോഴത്തേക്കിനും എന്ത് മാരേജോ, അത് ഞങ്ങൾ രണ്ടുപേരും, അതിന് എനിക്ക് മിനിഹുവിന് ഇഷ്ടമാണ്, ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് പറഞ്ഞു എന്ന് വയ്ക്കുമ്പോഴത്തേക്കിനും അതിന് പറയേണ്ട എന്താ ആവശ്യമുള്ള, നിന്റെ മോൻ കണ്ടാൽ അറിയത്തില്ലെന്ന് വെക്കുമ്പോൾ എന്റെ മോക്ക് അങ്ങനെയൊന്നും ഇല്ലെന്ന് പറയുമ്പോൾ എടാ നീ എന്നോട് മറ്റുള്ളവരോട് കള്ളം പറഞ്ഞു, പക്ഷെ നീ നിന്നോട് തന്നെ കള്ളം പറയുന്ന മോശമാട്ടോ, നിനക്ക് മിനിഹുവിന് ഇഷ്ടമാണെന്ന് എനിക്ക് അറിയാന്ന് പറയുമ്പോൾ അവന് ചെറുതായിട്ട് ചിരിക്കുക. ഇവിടെ മിനിയോ ആണെങ്കിൽ കുഞ്ഞുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളിങ്ങനെ വിഷമിച്ചിരിക്കുന്ന കണ്ടിട്ട് എൻ്റെ അമ്മ പറ്റിയെന്ന് വെക്കുക, എനിക്കൊന്നും പറ്റിയിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ചിരിച്ചത്. എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേ, അമ്മ ചിരിക്കുമ്പോൾ ഒന്നിനും കാണാൻ കൊള്ളത്തില്ല കേട്ടോ എന്ന് പറയുമ്പോൾ മിനിയോ ആണെങ്കിൽ ക്യുവാൻ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, നിനക്ക് അമ്മയുടെ കൂടെ പോകാനാണോ അച്ഛൻ്റെ കൂടെ പോകാനാണോ ഇഷ്ടം എന്ന് വയ്ക്കുമ്പോഴത്തേക്കിനും എനിക്ക് അച്ഛൻ്റെ കൂടെ പോകാൻ ഇഷ്ടമാണ്, പക്ഷെ അമ്മയും കൂടെ വരണം എന്ന് പറയുമ്പോഴത്തേക്കിനും അങ്ങനെയല്ലടാ, ഒന്നെങ്കിൽ ഒരാളുടെ കൂടെ പോകാൻ പറ്റുള്ളൂ, ഒന്നെങ്കിൽ എൻ്റെ കൂടെ അല്ലെങ്കിൽ ഷെന്നിൻ്റെ കൂടെ, അങ്ങനെ ആവുമ്പോൾ നീ ആരുടെ കൂടെ പോകുന്നു നോക്കിയപ്പോൾ ഒരുപാട് അമ്മയുടെ കൂടെ പോകുള്ളൂ, എനിക്ക് ഷെന്നിനെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് വെച്ചാൽ അമ്മയില്ലാതെ എനിക്ക് പറ്റില്ല, എനിക്ക് അവരെക്കാട്ടിലും അമ്മേനെ ഇഷ്ടം എന്ന് പറയുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാവാണേ. ഇവിടെ ഹീറോ എന്താ ചിന്തിക്കുന്നത് വെച്ചാൽ അവരുടെ ചേച്ചി പറഞ്ഞില്ലായിരുന്നോ നീ മറ്റുള്ളവരൊക്കെ പറ്റിച്ചു, പക്ഷെ നിന്നെ തന്നെ നീ പറ്റിക്കാൻ പാടില്ല, നിനക്ക് മിനിയുവിന് ഇഷ്ടമാണ്, അത് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് കഴിയുന്നത്. അടുത്ത എപ്പിസോഡായിട്ട് എത്ര പെട്ടെന്ന് തരാം. അതേരെ ബൈ ബൈ.